ഈ ലെറ്ററിൻ്റെ മുകളിൽ കാണുന്ന കുഞ്ഞു കുഞ്ഞു പൂക്കളില്ലേ, അത് നെയിലാർട്ടിന് യൂസ് ചെയ്യുന്ന സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ നമുക്കത് റെസിനാർട്ടിലും കൂടി അപ്ലൈ ചെയ്യാം. അത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും, ഇതുപോലെ ലെറ്റേഴ്സൊക്കെ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. ഡിഫറെൻറ്റ് പാറ്റേൺസ് നമുക്ക് കിട്ടും. ഒരു പാക്കറ്റിനകത്ത് തന്നെ ഒരുപാട് പാറ്റേൺസ് നമുക്ക് കിട്ടും, ഇലകളും പൂക്കളും അങ്ങനെ കുറേ എന്തൊക്കെയോ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് നോക്കാം. അതിപ്പോൾ ഞാനൊരെണ്ണം ചൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പം മുമ്പേ യൂസ് ചെയ്തവരൊക്കെ ഉണ്ടാവും. ഞാനിത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാനതൊന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഒരു ഷീറ്റ് അങ്ങോട്ട് മാറ്റി വെക്കുക ആദ്യം. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യാം. നമുക്ക് ഏത് ഫ്ലവറാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് കട്ട് ചെയ്തെടുക്കാം. അതിനൊന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കണം, എന്നാലും നമുക്കത് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് സ്പെഷ്യൽ ടൂൾസൊക്കെ ഉണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ടൂൾസൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി. ഞാനൊരു പിന്നെടുത്തിട്ട് അതുകൊണ്ടാണ് റിമൂവ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ടൂൾസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഡിപ്പ് ചെയ്ത് കഴിയുമ്പോൾ, വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് കഴിയുമ്പം അത് ആ സ്റ്റിക്കർ അവിടെ നിന്ന് പറഞ്ഞു വരും. നമുക്ക് ജസ്റ്റ് ഒന്ന് പതുക്കെ ഇതുപോലെ ഒന്ന് നീക്കി എടുക്കാം. എന്നിട്ട് ഡയറക്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഏത് ലെറ്ററിൻ്റെ മുകളിലാണോ വേണ്ടത്, ഏത് പൊസിഷനാണോ വേണ്ടത് വെച്ചാൽ അതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതിനകത്തൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതുപോലെ ഇഷ്ടമുള്ള പാർട്ടിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ മുകളിലൊരു കോട്ടിങ് കൂടി റെസിന് അപ്ലൈ ചെയ്യണം, എന്നാലേ നമുക്ക് ഈ ഒരു ഇത് കറക്റ്റ് നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും കേട്ടോ.